ടാക്സോണമിയുടെ ക്ലാസിഫിക്കേഷനിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും മനുഷ്യനോട് കൂടുതൽ സാമ്യമുള്ള ജീവികളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സസ്തനികളിലാണ്. സസ്തനികൾ നമ്മൾക്ക് വളരെ പരിചയമുള്ള മൃഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ്. അവിടെ ആനയും ആടും പശുവും വവ്വാലും മാനും മുയലും കടുവയും ഒക്കെയുണ്ട്. അവരോടൊപ്പം നമ്മൾ മനുഷ്യരുമുണ്ട്. മനുഷ്യൻ സസ്തനിയാണ് എന്ന് നമ്മൾക്കറിയാം. ഈ സസ്തനികളെ വീണ്ടും 25ഓളം ഓർഡറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അവയിൽ പ്രധാനപ്പെട്ട 4 ഓർഡറുകളെ മാത്രം എടുത്ത് നമ്മൾക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ 4 ഓർഡറുകൾ: 1 സെറ്റാർട്ടിയോഡാക്ടൈല, 2 റോഡൻഷ്യ, 3 കാർണിവോറ, 4 പ്രൈമേറ്റുകൾ. സെറ്റാർട്ടിയോഡാക്ടൈല പശുക്കൾ, മാനുകൾ, പന്നി, ഒട്ടകം, തിമിംഗലം, ഡോൾഫിനുകൾ എന്നീ ജീവികളെ സെറ്റാർട്ടിയോഡാക്ടൈല ഓർഡറിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. കരയിലെ ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെയും സമുദ്രത്തിലെ തിമിംഗലത്തിനെയും ഡോൾഫിനെയും സെറ്റാർട്ടിയോഡാക്ടൈല എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ: 1 ഇരട്ടക്കുളമ്പുള്ള ജീവികൾ, 2 സമുദ്രത്തിലെ ഡോൾഫിനും തിമിംഗലവും. അടുത്തത് റോഡൻഷ്യ. റോഡൻഷ്യ ഓർഡറിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് എലികളും അണ്ണാനുമൊക്കെ. എപ്പോഴും വളരുന്ന മുൻപല്ലുകളുള്ള കരണ്ട് തിന്നുന്ന ജീവികളെയാണ് റോഡൻഷ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഡൻഷ്യ വിഭാഗത്തിലെ ജീവികൾക്ക് കോമ്പല്ലുകളില്ല. ഡ്രാക്കുളയുടെ നീണ്ട 2 പല്ലുകൾ പോലെയുള്ള കോമ്പല്ലുകളില്ലേ, അത്തരം പല്ലുകളുടെ സ്ഥാനത്ത് റോഡൻഷ്യ വിഭാഗത്തിലെ ജീവികൾക്ക് പല്ലുകളില്ല. പകരം അവിടെ കുറച്ച് ഭാഗത്ത് പല്ല് പറഞ്ഞു പോയതുപോലെയുള്ള ഒരു ഗ്യാപ്പാണുള്ളത്. ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ: 1 തുടർച്ചയായി വളർന്നുകൊണ്ടിരിക്കുന്ന മുൻപല്ലുകൾ, 2 കോമ്പല്ലുകൾ ഇല്ല. ഇനി നമ്മൾക്ക് കാർണിവോറ ഓർഡർ എന്താണെന്ന് നോക്കാം. കാർണിവോറ ഓർഡറിൽ ഉൾപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് സിംഹം, കടുവ, പുലി, പൂച്ച, നായ, കരടി, സീലുകൾ, കടൽ സിംഹങ്ങൾ എന്നിവ. മണം പിടിക്കാനുള്ള അസാധാരണമായ കഴിവുള്ള, മാംസം കഴിക്കുന്നതിനും വേട്ടയാടുന്നതിനും അനുയോജ്യമായ കൂർത്ത കത്രിക പല്ലുകളുള്ള, അതായത് മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും പല്ലുകൾ ചേരുമ്പോൾ കത്രിക പോലെ ചേർന്ന് പ്രവർത്തിക്കുന്ന ചില പല്ലുകളുള്ള, ഇരയെ കടിച്ചു പിടിക്കാൻ പറ്റിയ ശക്തിയേറിയ താടിയലുകളുള്ള, വലിയ കൂർത്ത നഖങ്ങളുള്ള ജീവികളാണ് കാർണിവോറയിൽ ഉൾപ്പെടുന്ന ജീവികൾ. പ്രധാനമായിട്ടും മാംസമാഹാരമാക്കുന്ന ജീവികളാണ് കാർണിവോറ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതോടൊപ്പം മാംസം കഴിക്കാൻ അനുയോജ്യമായ പല്ലുകളുടെ ഘടനയുള്ള പാണ്ട പോലെയുള്ള ചില സസ്യാഹാരികളെയും കാർണിവോറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തലയുടെ മുൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കണ്ണുകൾ ഇരയിലേക്കുള്ള ദൂരം കൃത്യമായിട്ട് കണക്കാക്കാൻ ഇവയെ സഹായിക്കുന്നു. ഇവയുടെ വയറ് ലളിതമായ ഒറ്റ അറയുള്ളതാണ്. മാംസം എളുപ്പത്തിൽ ദഹിക്കുന്നതിനാൽ ഇവയുടെ ദഹനനാളം നീളം കുറഞ്ഞതും ലളിതവുമായിരിക്കും. സസ്യബുക്കുകളെ പോലെ വലിയ സങ്കീർണമായ വയറോ ദഹന വ്യവസ്ഥയോ മാംസബുക്കുകളായ കാർണിവോറ ഓർഡറിൽ ഉള്ള ജീവികൾക്ക് ഇല്ല. കാർണിവോറ ഓർഡറിലുള്ള ജീവികളുടെ ഓർത്തിരിക്കേണ്ട 3 സവിശേഷതകൾ: 1 മാംസം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന കൂർത്ത കത്രിക പല്ലുകളുള്ള ജീവി, 2 താഴത്തെ താടിയെല്ല് മുകളിലേക്കും താഴേക്കും മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ജീവി, 3 അപൂർവം ചില ജീവികൾ ഒഴിച്ച് ഭൂരിഭാഗവും മാംസാഹാരികളായ ജീവികൾ. ഇനി നമുക്ക് പ്രൈമേറ്റുകൾ എന്താണെന്ന് നോക്കാം. പ്രൈമേറ്റുകൾക്ക് ഉദാഹരണമാണ് കുരങ്ങ്, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്കുട്ടാൻ എന്നീ ജീവികൾ. പ്രൈമേറ്റുകൾക്ക് മുഖത്തിൻ്റെ മുൻവശത്തായിട്ട് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കണ്ണുകളുണ്ട്. അതുകൊണ്ട് കൃത്യമായ 3D വിഷൻ ഇവർക്ക് കിട്ടുന്നു. മിക്ക പ്രൈമേറ്റുകൾക്കും മരങ്ങളിലെ പഴുത്ത പഴങ്ങളും ഇലകളും തിരിച്ചറിയാൻ സഹായിക്കുന്ന മികച്ച കളർ വിഷനുണ്ട്. കാഴ്ചശക്തിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ മറ്റ് സസ്തനികളെ അപേക്ഷിച്ച് പ്രൈമേറ്റുകൾക്ക് മണം പിടിക്കാനുള്ള കഴിവ് ഒരല്പം കുറവായിരിക്കും. മറ്റു പല സസ്തനികളുമായും താരതമ്യം ചെയ്യുമ്പോൾ പ്രൈമേറ്റുകളുടെ തോൾ ഭാഗം കൂടുതൽ ഫ്ലെക്സിബിളാണ്. ഇത് കൈകൾ പല ദിശകളിലേക്കും, പ്രത്യേകിച്ച് ശരീരത്തിന് മുകളിലേക്കും വശങ്ങളിലേക്കും ചലിപ്പിക്കാൻ ഇവയെ സഹായിക്കുന്നു. വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന തള്ളവിരൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് വസ്തുക്കൾ പിടിക്കാൻ പ്രൈമേറ്റുകൾക്ക് കഴിയും. ഇത് മരക്കൊമ്പുകളിലും വസ്തുക്കളിലും കൃത്യമായിട്ട് പിടിക്കാൻ ഇവയെ സഹായിക്കുന്നു. മാംസം കഴിക്കാൻ മാത്രമോ പഴങ്ങൾ കഴിക്കാൻ മാത്രമോ അല്ല, പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധാരണ പല്ലുകളാണ് പ്രൈമേറ്റുകൾക്കുള്ളത്. മറ്റ് മൃഗങ്ങൾക്ക് ഉള്ളതുപോലെ കൂർത്ത നഖങ്ങൾക്ക് പകരം പ്രൈമേറ്റുകൾക്ക് വിരലുകളുടെ അറ്റത്ത് പരന്ന നഖങ്ങളാണുള്ളത്. കൈപ്പത്തിയിലും വിരലുകളിലും പിടുത്തം കൂട്ടാൻ സഹായിക്കുന്ന, നല്ല ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഫിംഗർ പ്രിന്റുകളും പ്രൈമേറ്റുകൾക്കുണ്ട്. ശരീരത്തിൻ്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രൈമേറ്റുകൾക്ക് മറ്റ് ജീവികളെക്കാൾ വളരെ വലിയ തലച്ചോറാണ് ഉള്ളത്. പ്രൈമേറ്റുകൾക്ക് സാധാരണയായിട്ട് ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവയുടെ കുഞ്ഞുങ്ങൾ ദീർഘകാലം മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവയാണ്.
ഇത് കൂട്ടമായി ജീവിക്കാനും കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഇവയെ സഹായിക്കുന്നു. പ്രൈമേറ്റുകൾ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് സാമൂഹിക ജീവിതം നയിക്കുന്ന ജീവികളാണ്. പ്രൈമേറ്റുകളുടെ പ്രധാന സവിശേഷതകളായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: 1. വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന തള്ളവിരൽ. 2. പരന്ന നഖങ്ങൾ, കൈപ്പത്തിയിലും വിരലുകളിലും ഫിംഗർ പ്രിന്റുകൾ. 3. ത്രിമാന ദൃശ്യങ്ങൾ കാണാൻ സഹായിക്കുന്ന നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണുകൾ. 4. ശരീര വലുപ്പത്തിന് ആനുപാതികമായി നോക്കുമ്പോൾ വലിയ തലച്ചോറ്. 5. കൈകാലുകളിൽ 5 വിരലുകൾ. ഇപ്പോൾ നമ്മൾ സസ്തനി എന്ന ക്ലാസ്സിന് കീഴിലുള്ള ഓർഡറുകളായ സെറ്റാർട്ടിയോഡാക്ടൈല, റൊഡൻഷ്യ, കാർണിവോറ, പ്രൈമേറ്റുകൾ എന്നിവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് മനുഷ്യൻ്റെ കാര്യം ഒന്ന് നോക്കാം. മനുഷ്യൻ ഇതിൽ ഏത് ഓർഡറിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം: മനുഷ്യന് കാലിൽ ഇരട്ട കുളമ്പുകളുണ്ടോ? അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാലിൽ കുളമ്പുകളുണ്ടോ? ഇല്ല, മനുഷ്യൻ്റെ കാലിൽ കുളമ്പുകൾ അല്ല, മനുഷ്യന് കാൽപാദങ്ങളാണുള്ളത്. അപ്പോൾ മനുഷ്യൻ സെറ്റാർട്ടിയോഡാക്ടൈല ഓർഡറിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയല്ല. രണ്ടാമത്തെ ചോദ്യം: എപ്പോഴും വളരുന്ന മുൻപല്ലുകളുള്ള കരണ്ട് തിന്നുന്ന ജീവിയാണോ മനുഷ്യൻ? അല്ല, മനുഷ്യൻ്റെ പല്ലുകൾ എപ്പോഴും വളരുന്ന സ്വഭാവമുള്ളതല്ല. മനുഷ്യൻ കരണ്ട് തിന്നുന്ന ജീവിയുമല്ല. അപ്പോൾ മനുഷ്യൻ റൊഡൻഷ്യ ഓർഡറിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയല്ല. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യൻ മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവിയാണോ? മണം പിടിക്കാൻ കഴിവുള്ള ജീവിയാണോ? കൂർത്ത കത്രിക്കപ്പല്ലുകളുള്ള വലിയ കോമ്പല്ലുകളുള്ള ജീവിയാണോ? കൂർത്ത നഖങ്ങളുള്ള ജീവിയാണോ? അല്ല, മനുഷ്യൻ മിശ്രബുക്കാണ്. മണത്തേക്കാൾ കാഴ്ചശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ജീവിയാണ്. സാധാരണ പല്ലുകളുള്ള ജീവിയാണ്. പരന്ന നഖങ്ങളുള്ള ജീവിയാണ്. അപ്പോൾ മനുഷ്യൻ കാർണിവോറ ഓർഡറിൽ ഉൾപ്പെടുന്ന ഒരു ജീവിയല്ല. നാലാമത്തെ ചോദ്യം: മനുഷ്യന് ശക്തമായ കാഴ്ചശക്തി ഉണ്ടോ? വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന തള്ളവിരലുണ്ടോ? ശരീര വലുപ്പത്തിന് ആനുപാതികമായി വലിയ തലച്ചോറുണ്ടോ? സാമൂഹിക ജീവിതം നയിക്കുന്നുണ്ടോ? ഉണ്ട്. മനുഷ്യന് മികച്ച കളർ വിഷനുണ്ട്. ത്രിമാന ദൃശ്യങ്ങൾ കാണാൻ മനുഷ്യന് കഴിയും. ശക്തമായ കാഴ്ചശക്തിയുമുണ്ട്. മനുഷ്യൻ്റെ കൈകളിലെ പെരുവിരൽ മറ്റു വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയും. വലിയ വികസിച്ച തലച്ചോറ് മനുഷ്യനുണ്ട്. സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് മനുഷ്യർ. ഈ പറഞ്ഞ പ്രത്യേകതകൾ ഒക്കെ പ്രൈമേറ്റുകളുടെ സവിശേഷതകളാണ്. പ്രൈമേറ്റ് ഓർഡറിലുള്ള ജീവികളുടെ പ്രത്യേകതകളൊക്കെ മനുഷ്യന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ് എന്ന് നമുക്ക് പറയാം. അതെ, നമ്മൾ മനുഷ്യർ പ്രൈമേറ്റുകളാണ്. കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉള്ള ജീവിവർഗമായ യൂക്കാരിയ ഡൊമൈനിൽ, മറ്റു ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവിവർഗമായ അനിമേലിയ കിങ്ഡത്തിൽ, നട്ടലുള്ള ജീവിവർഗമായ കോർഡറ്റ ഫൈലത്തിൽ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവിവർഗമായ സസ്തനി ക്ലാസ്സിൽ, വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന തള്ളവിരലുള്ള ജീവിവർഗമായ പ്രൈമേറ്റ് ഓർഡറിലാണ് മനുഷ്യൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് മനുഷ്യനും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രൈമേറ്റ് ഓർഡറിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴുള്ള സമാനതകൾ. പ്രൈമേറ്റ് ഓർഡറിൽ ഉൾപ്പെടുന്ന എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കോശങ്ങളുണ്ട്. എല്ലാ ജീവികളുടെയും ശരീരത്തിലെ കോശങ്ങളിൽ ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാ ജീവികളുടെയും ന്യൂക്ലിയസിനുള്ളിൽ DNA ഉണ്ട്. എല്ലാ ജീവികളുടെയും DNA നീളത്തിലാണുള്ളത്. ജീവികളുടെ കോശങ്ങൾക്ക് ചുറ്റും കട്ടിയുള്ള സെല്ലുലോസോ കൈറ്റിനോ കൊണ്ടുള്ള കോശഭിത്തി ഇല്ല. എല്ലാ ജീവികൾക്കും ചലിക്കാൻ കഴിയും. എല്ലാ ജീവികളും മറ്റു ജീവികളെയും ജീവികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ജൈവ പദാർത്ഥങ്ങളും ഭക്ഷിച്ച് വയറ്റിൽ വെച്ച് ദഹിപ്പിച്ച് അതിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നു. എല്ലാ ജീവിവർഗങ്ങളും അടുത്ത തലമുറയെ ജനിപ്പിക്കുന്നു. എല്ലാ ജീവികളും ബഹുകോശ ജീവികളാണ്. എല്ലാ ജീവികൾക്കും നട്ടെല്ലുണ്ട്, അല്ലെങ്കിൽ നോട്ടോകോഡുണ്ട്. എല്ലാ ജീവികളുടെ ശരീരത്തിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും സ്റ്റേജിൽ ഒരല്പമെങ്കിലും രോമം വളരാറുണ്ട്. എല്ലാ ജീവികളും ശരീര താപനില ക്രമീകരിക്കുന്ന ഉഷ്ണരക്തമുള്ള ജീവികളാണ്. എല്ലാ ജീവികളും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ജീവികളാണ്. എല്ലാ ജീവികളും ശ്വാസകോശം ഉപയോഗിച്ച് ഓക്സിജൻ ശ്വസിക്കുന്നു. എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ 4 അറകളുണ്ട്. എല്ലാ ജീവികൾക്കും ത്രിമാന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന കണ്ണുകളുണ്ട്. എല്ലാ ജീവികൾക്കും വിരലുകൾക്ക് എതിർദിശയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന തള്ളവിരലുണ്ട്. എല്ലാ ജീവികൾക്കും പരന്ന നഖങ്ങളുണ്ട്. എല്ലാ ജീവികൾക്കും കൂടുതൽ വികസിച്ച തലച്ചോറുണ്ട്. എല്ലാ ജീവികളുടെയും കൈകാലുകളിൽ 5 വിരലുകളുണ്ട്. കൂടുതൽ സമാനതകൾ എന്തൊക്കെയാണ് എന്നറിയാൻ, മനുഷ്യനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെയുള്ള ഒരു ജീവിയാണോ മനുഷ്യൻ? അതോ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു ജീവിയാണോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസങ്ങൾ മാത്രമാണോ ഉള്ളത്? അതോ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങളുണ്ടോ? ഇതൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം. നന്ദി, നമസ്കാരം.